Please mark your attendance. Mark your attendance. Yes, mark your attendance. Mark your attendance. And all of you take out your textbook. Page number 70. 70. Mark your attendance. And all of you take out your textbook. Okay, let's start our class. Mark your attendance. Okay, don't forget that. Now, what did we learn in our previous class? What did you learn? Enda padicha? Yes, near and far. Near means അടുത്തുള്ളത്. Far means ദൂരമുള്ളത് അല്ലേ? ആണോ? അത് മക്കൾ പഠിച്ചില്ലേ? Today we can study. Today we can learn about thick and thin. Page number 71. Thick and thin. Near and far we completed. Today we can learn thick and thin. Thick and thin. What is the meaning thick and thin? Thick കട്ടിയുള്ള കുറെ അധികമുള്ളത്. Thin മെലിഞ്ഞത് അല്ലേ? കുറച്ച്. തിക്ക് തിക്ക് തിങ്ങി നിറഞ്ഞ് തിക്ക് ഒരുപാടുള്ളത്. തിന്ന് കുറച്ചുള്ളത്. മനസ്സിലായോ? തിക്കും തിന്നും. മക്കൾക്ക് മനസ്സിലായോ? തിക്ക് ആൻഡ് തിന്ന്. തിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ. തിക്ക് എന്താണ്? കട്ടിക്കുള്ളത് അല്ലേ? കട്ടിക്കുള്ളത്. ഒത്തിരി തിക്കെന്ന് വെച്ചാൽ കട്ടി, ഒത്തിരി കട്ടിയുള്ളത്. തിന്നെന്ന് വെച്ചാല് കട്ടി കുറഞ്ഞത്, കനം കുറഞ്ഞതിനാണ് തിൻ എന്ന് പറയുന്നത്. തിക്ക് ആൻഡ് തിൻ. This book is thick. This book is thick എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബുക്ക് കുറച്ച് കട്ടിയുള്ളതാണെന്ന്. ഇവിടെ ശ്രദ്ധിക്കണേ ഹർഷാലെ, listen here. Thick means കട്ടിയുള്ളത്. This book is thick or thin? This book is thick. This book കട്ടി, thick. And this book is thin. കട്ടി കുറഞ്ഞത്. This book is thin. This book is thick. This book is thin. And this candle is thick or thin? Look at the picture. Thick. And this candle is thin. തിക്ക് തിന്ന്. തിക്ക് ഒത്തിരി കട്ടിയുള്ളത്, തിന്ന് കട്ടി കുറഞ്ഞത്. മക്കൾക്ക് അത് മനസ്സിലായോ? ജാനകി അമ്മയ്ക്ക് മനസ്സിലായില്ലേ? തിക്ക് ആൻഡ് എന്തോ മനസ്സിലായി. കളർഡ് തിക്ക് പെൻസിൽ. ഇതിലേതാണ് തിക്ക് പെൻസിൽ? ഏതാണെന്ന് പറഞ്ഞേ. ഇതാണോ ഇതാണോ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ?
ഫസ്റ്റ് എല്ലാരും പറഞ്ഞേ ഏതാ ടിക്ക് ഉള്ളത്? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? First one is thick. Then it's color it. Not now. After the class you can color it. Homework. And color the thick pencil. ഇതിൽ ഏതാണോ thick ആയിട്ടുള്ള പെൻസിൽ അത് മക്കള് കളർ ചെയ്യണം. മനസ്സിലായോ? ലാസ്റ്റ് വൺ സർക്കിൾ ദ തിൻ ലൈൻ. ഇതിൽ ഏതാ തിൻ ആയിട്ടുള്ള ലൈൻ? അത് സർക്കിൾ ചെയ്തേ. സർക്കിൾ ചെയ്യാൻ പറഞ്ഞാൽ വട്ടം വരയ്ക്കാൻ. ഇതിൽ ഏതാ തിൻ ആയിട്ടുള്ളത്? സർക്കിൾ ദ തിൻ ലൈൻ. ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? സർക്കിൾ ദ തിൻ ലൈൻ. ഫസ്റ്റ് വൺ. അപ്പൊ അതൊന്ന് സർക്കിൾ ചെയ്തേ. എങ്ങനെ സർക്കിൾ അറിയാമോ? സർക്കിൾ വട്ടം വരയ്ക്കാൻ. ഒരു വട്ടത്തിനുള്ളിലാക്കണം ഈ സർക്കിളിനെ. ഈ തിൻ സർക്കിളിനെ ഒരു വട്ടത്തിനുള്ളിലാക്കണം. ആക്കിയേ? ഒരു വട്ടത്തിനുള്ളിലാക്കിയോ? ഓ ഓ ഓ വെരി ഗുഡ് ജാനകി മനു. ഓക്കെ, തിന്ന സർക്കിളിനെ വട്ടത്തിലാക്കണം. അല്ല സോറി, തിൻ ലൈനെ വട്ടത്തിനുള്ളിലാക്കണം. ആക്കിയോ? മനസ്സിലായോ മക്കൾക്ക്? തിന്ന് മീൻസ് കട്ടിയുള്ളത്. സോറി, കട്ടി കുറഞ്ഞത്. തിക്ക് മീൻസ് കട്ടിയുള്ളത്. തിക്ക് കട്ടിയുള്ളത്, ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ് തിക്ക്. തിന്ന് മീൻസ് കട്ടി കുറഞ്ഞ മെലിഞ്ഞതാണ് തിന്ന്. മനസ്സിലായോ മക്കൾക്ക്? തിക്കും തിന്നും. This book is thick. This book is thick or thin? Look at the book. Look at the test book. This book is thick or thin? ഏതാണ് തിക്കും തിന്നും? ഇതിൽ ഏതാണ് തിക്കും തിന്നും എന്നൊന്ന് പറഞ്ഞു തരാമോ? ഇതൊക്കെ, ഇതൊരു ബുക്ക്, ഇതൊരു ബുക്ക്. ഇതിൽ ഏതാ തിക്ക്? തിക്കും തിന്നും എന്ന് പറഞ്ഞു തന്നെ. ഇതാണോ ഇതാണോ? ഏതാണ്? നോക്കിയേ, ഇതിൽ ഏത് ബുക്കാണ് തിക്കുള്ളത്? ഇതാണോ തിക്ക്? ഇതേതാണ്? തിന്ന്. ഓക്കെ, ഇതേതാണ്? ഓക്കെ, മനസ്സിലായല്ലോ മക്കൾക്ക്? തിക്കും തിന്നും മനസ്സിലായോ? തിക്കും തിന്നും മക്കൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്ത് പഠിച്ചായിരുന്നു? നിയറും ഫാറും പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? തിന്നും തിക്കും. തിക്ക് ആൻഡ് തിൻ. തിക്ക് സായക് ടേൺ ഓൺ യുവർ വീഡിയോ. നിയർ ഫാർ. നിയർ അടുത്തുള്ളത്, ഫാർ ദൂരമുള്ളത്. അത് നമ്മൾ പഠിച്ചു. ടുഡേ വി ലേൺ തിക്ക് ആൻഡ് തിന്ന്. തിക്ക് മീൻസ് തിങ്ങി കട്ടിയുള്ളത്. തിന്ന് മീൻസ് കട്ടി കുറഞ്ഞത്. And look at the test book. This book is thick. എല്ലാരും പറഞ്ഞു ഉത്തരം. സായക് ടേൺ ഓൺ യുവർ വീഡിയോ. This book is thick. And this book is എല്ലാരും ഉത്തരം പറഞ്ഞേ. ആഫിയ എന്താ കളിക്കുന്നേ? വാട്ട് ആർ യു ഡൂയിങ് ആഫിയ? ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദിസ് കാൻഡിൽ ഈസ് കാൻഡിൽ തിക്ക് ആണോ തിൻ ആണോ? ദിസ് കാൻഡിൽ okay, and this candle thin. And color the thick pencil. ഇതിൽ ഏത് പെൻസിലാണ് തിക്ക് പെൻസിൽ എന്നുള്ളത് കളർ ചെയ്യുക. ഓക്കെ, ദിസ് പെൻസിൽ കളർ ചെയ്യുക. And circle the thin line. Last one, circle the thin line. First one ആണോ സെക്കൻഡ് വൺ ആണോ? thin line.
First one. Then circle the first one. Circle ചെയ്യാൻ പറഞ്ഞാൽ വട്ടം വരയ്ക്കുക. മനസ്സിലായോ മക്കൾക്കത്? മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത പേജ്. നെക്സ്റ്റ് പേജിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞേ മക്കളെ. നെക്സ്റ്റ് പേജ് കണ്ടോ? എടുത്തോ? കിട്ടിയോ എല്ലാവർക്കും? എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തോ? മാച്ച് ദ ഒബ്ജക്റ്റ്. മാച്ച് ദ ഒബ്ജക്റ്റ്. എന്താണ് മാച്ച് ദ ഒബ്ജക്റ്റ്? സെയിം ഒബ്ജക്റ്റ് മാച്ച് ചെയ്യാൻ. മാച്ച് ചെയ്ത എല്ലാവരും മാച്ച് ദ ഒബ്ജക്റ്റ്. Same cup is here. Match it. Same ball is here. Match the object. ഇവിടെ കാണിച്ച സെയിം ഒബ്ജക്റ്റ് ഇപ്പുറത്തുണ്ട്. മനസ്സിലായോ മക്കൾക്ക്? മാച്ച് ചെയ്യാന് മാച്ച് ദ സെയിം ഒബ്ജക്റ്റ്. മാച്ച് ദ ഒബ്ജക്റ്റ്. ബോൾ ഇതാ ഇവിടെ ഉണ്ട്. വേർ ഇസ് ഹിയർ? ഹിയർ. Where is that ball? Here. And where is cup? Here. Match. Oh, very good. Arshale, Manav, Janagi, very good. Same object match ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് എല്ലാവരും ചെയ്തോ? ഓക്കെ. സെയിം ഒബ്ജക്റ്റ് ചെയ്തോ എല്ലാവരും? എല്ലാവരും ചെയ്തോ? ക്ലാസ്സിൽ കയറിയ മുഹമ്മദ് റിഹാൻ. ഓക്കെ മോനെ, കണ്ടു. മനസ്സിലായോ മക്കൾക്ക് ചെയ്യേണ്ടത്? Then Deve, where is your textbook? Then Dave, Fatima, okay മോളെ, good. കണ്ടു, മിസ് കണ്ടു. മർവാനും ദേവിന്റെ ബുക്ക് ഇവിടെ മോനെ. ദേവ് കെ സുനീഷ്. ഇനി നമ്മൾക്ക് ഇത് ചെയ്യാം. നോക്കിക്കേ. മാച്ച് ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ഒബ്ജക്റ്റ്. ഇവിടെ ശ്രദ്ധിക്കണേ. ഈ പിക്ചർ നോക്കിയേ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇത് എത്ര ബലൂൺ ഉണ്ട് ഇവിടെ? 1 2 1 2. ഈ സെയിം നമ്പറിലുള്ള അനദർ ഒബ്ജക്റ്റ് ഏതാ ഇവിടെ ഉള്ളേ? 1 2 ഏതാ? അംബ്രല്ല കണ്ടോ? 1 2. അപ്പൊ സെയിം നമ്പർ ഓഫ് ഒബ്ജക്റ്റ് നമ്മള് മാച്ച് ചെയ്യണം. ഈ സെയിം നമ്പർ ഉള്ള 1 2 2 ബലൂൺ ഉള്ള സെയിം നമ്പർ ഉള്ള ഒബ്ജക്റ്റ് നമ്മള് മാച്ച് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നോക്കിയേ. 1 2. ഇവിടെയും 2, ഇവിടെയും 2. അപ്പൊ സെയിം നമ്പർ ഉള്ള സെയിം നമ്പർ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ നമ്പറിലുള്ള സെയിം ഒബ്ജക്റ്റ് മാച്ച് ചെയ്യണം. ഓൾറെഡി ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് വൺ. ഹൗ മെനി ആപ്പിൾ ഹിയർ? ഹിയർ ഹൗ മെനി ആപ്പിൾ? എണ്ണി നോക്കിയേ. 1 2 3. എത്ര ആപ്പിൾ ഉണ്ട് ഇവിടെ? 1 2 3. ഇപ്പൊ 3 ആണ്. 3 ആണ് നമ്പർ കിട്ടിയത്. ഈ സെയിം നമ്പർ ഉള്ള ഒബ്ജക്റ്റ് ഇവിടെ നോക്കിക്കേ. എത്ര ഉണ്ടെന്ന് നോക്കിയേ. സെയിം നമ്പർ ഉള്ള ഒബ്ജക്റ്റ് ഇതാ. 1 2 3. ബലൂണ് സെയിം നമ്പറിലുള്ള ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 3യിൽ നിന്ന് ഈ 3യിലേക്ക് മാച്ച് ചെയ്യുക. സെയിം നമ്പർ ഓഫ് ഒബ്ജക്റ്റ് മാച്ച് ചെയ്യാം. ഈ കോളത്തിലുള്ള നമ്പേഴ്സ് ഒബ്ജക്റ്റ് എണ്ണി നോക്കുക. ഈ കോളത്തിലുള്ള ഒബ്ജക്റ്റ് നമ്മൾ എണ്ണി നോക്കുക.
1 2 3 ഈ 7 ആപ്പിൾ ഇവിടെ കിട്ടി. ഇതേ സെയിം നമ്പർ ഉള്ള ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. എണ്ണി നോക്കിക്കേ 1 2 3. അപ്പൊ എത്രയാ സെയിം നമ്പർ കിട്ടിയില്ലേ? അത് മാച്ച് ചെയ്യുക. ഇങ്ങോട്ട് ഇങ്ങനെ പെൻസിൽ വെച്ച് എല്ലാവരും വരയ്ക്കുക. സെക്കൻഡ് വൺ ചെയ്തോ എല്ലാവരും? ഇനി തേർഡ് വൺ എണ്ണി നോക്കി എത്ര ഉണ്ടെന്ന് പറഞ്ഞേ. തേർഡ് വൺ 1 2 3 4. എത്ര ഉണ്ട്? 4. ഇതേ സെയിം നമ്പർ ഉള്ള ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. എണ്ണി നോക്കിയേ. 1 2 3 4. ഈ സൈഡിലുള്ള സെയിം നമ്പർ ഉള്ള ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് എണ്ണി നോക്കുക. 1 2 3 4. ഇതേ സെയിം നമ്പർ ഉള്ള മറ്റൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. എണ്ണി നോക്കുക. 1 2 3 4. സെയിം നമ്പർ മാച്ച്. മക്കൾ ചെയ്തോ? ഓ എല്ലാരും ചെയ്തു. മാനവ്, ധൻദേവ്, ഓക്കെ, വെരി ഗുഡ്. ഈസി. ഹർഷാല്, റിഹാന് എല്ലാവരും വെരി ഗുഡ്. ഫാത്തിമ വെരി ഗുഡ്. മർവാൻ, ഹാനിയ, ജാനകി, റിഷാൻ, ആഫിയ, ഗായത്രി ചെയ്തോ? ധൻദേവിന് എന്തു പറ്റി? ധൻദേവ് എന്തു പറ്റി മോനെ? ചെയ്തോ മോൻ? ചെയ്യാൻ ഓക്കെ മോനെ, കണ്ടു. ഗായത്രി ചെയ്തോ? ഇനി ഗായത്രിയുടെ ഉള്ളു കാണാൻ മിസ്. വെരി ഗുഡ്. ധൻദേവ് ചെയ്തോ? കാണിച്ചേ. ചെയ്തോ മോനെ? മിസ് പറഞ്ഞത് ചെയ്തോ? കാണിച്ചേ. ധൻദേവ് കാണിച്ചേ. ഞാൻ കണ്ടു. ഗായത്രി കണ്ടു. ധൻദേവ് ചെയ്തിട്ടാണോ മിണ്ടാതിരുന്നേ? വെരി ഗുഡ്. ഇനി നമ്മുടെ നിഹാല് ചെയ്തോ മക്കളെ? വെരി ഗുഡ്. മക്കൾക്ക് അത് മനസ്സിലായല്ലോ. ഇനി കുറച്ച് അങ്ങോട്ട് ടെക്സ്റ്റ് ബുക്ക് മറിക്കുമ്പോ നമ്പേഴ്സ് കാണാം. നമ്പേഴ്സ് ഈ നമ്പേഴ്സ് മക്കൾ എഴുതിക്കേ. 11ഉം 12ഉം എഴുതിക്കേ. 11 12. ഓക്കെ റിഷാൻ കണ്ടു മോനെ. 11 12. ജയാൻ ചെയ്തില്ലായിരുന്നോ? 11 and 12 എഴുതിക്കേ. റിഹാനൊക്കെ എഴുതി കഴിഞ്ഞു മിസ് പഠിപ്പിച്ചപ്പോ തന്നെ അല്ലേ? ജാനകി എവിടെ പോയതായിരുന്നു? സായക കേറിയിട്ട് ലെഫ്റ്റ് ആയി പോയോ? സായകന് എന്ത് പറ്റി? ഓക്കെ ജാനകി വെരി ഗുഡ്. എഴുതിക്കേ. മിസ് 11 and 12 നമ്മൾ അന്ന് പഠിച്ചു പോയതാണ്. അപ്പൊ മക്കള് ബുക്കിൽ എഴുതിയില്ലല്ലോ. അപ്പൊ 11ഉം 12ഉം ഒന്ന് എഴുതിക്കേ. 11 and 12. എളുപ്പല്ലേ 11 and 12 എഴുതാൻ? ഈ പൈസ സ്രാജിന് കൊണ്ടേ കൊടുക്കട്ടോ. and 12 പതുക്കെ എഴുതിയാൽ മതി. ആരും തിരക്കിട്ടൊന്നും എഴുതണ്ട. 11 നേരത്തെ നമ്മൾ പഠിച്ചു പോയതാണ്. 11 and 12.
11, 12. ടീച്ചർ ഈ പേജ് മൊത്തം എഴുതണോ? 11 and 12 എഴുതിയാൽ മതി. ഇപ്പോ എല്ലാം കൂടെ എഴുതി കൈ കഴിക്കണ്ട. ഓക്കെ മാനവ്, വെരി ഗുഡ്. താങ്ക് യു. വെൽക്കം. 11, 12. നമ്പേഴ്സ് എങ്ങനെയാ വായിക്കാ? 11, 12. പറഞ്ഞേ. ഓക്കെ റിഷാൻ, കണ്ടു മോനെ, കണ്ടു. 11, 12. 10 കഴിഞ്ഞ അടുത്ത നമ്പർ 11, 12. എഴുതിക്കേ. 11ഉം 12ഉം എഴുതിയാൽ മതിയേ. 2 നമ്പർ എഴുതിയാൽ മതി. ഓക്കെ റിഹാൻ, കണ്ടു മോനെ, വെരി ഗുഡ്. 11, 12. പതുക്കെ എഴുതിയാ മതി, തിരക്കിട്ടൊന്നും എഴുതണ്ട. സമാധാനത്തിൽ നീറ്റ് ആയിട്ട് എഴുതിയാ മതി. സ്കൂൾ എടുക്കുന്നു. എന്തോ? ഓ മർവാൻ കാണുന്നില്ല മോനെ. ഓക്കെ മോനെ, മർവാന്റെ ക്ലിയർ ആയിട്ട് മിസ്സിന് കാണുന്നില്ല. ഇപ്പൊ കാണാം. ഓക്കെ, വെരി ഗുഡ്. 11, 12 ഈസി അല്ലേ എഴുതാന്? മക്കൾ മടുത്തു പോകുന്നുണ്ടോ 11ഉം 12ഉം എഴുതുമ്പോഴത്തേക്കും? മക്കളെ എഴുതുമ്പോ മടുത്തു പോകുന്നുണ്ടെങ്കിൽ മിസ്സിനോട് പറയണം കേട്ടോ. 11, 12. മുഹമ്മദ് റിഹാന്റെ വീട്ടിൽ എന്താണ് ഉമ്മച്ചി കിടന്ന് പറയണ മൈക്ക് ഓണാക്കി വെച്ചിട്ട്? എന്താണ് റിഹാനെ? ഓക്കെ ധൻദേവ്, ഓക്കെ മോനെ, കണ്ടു. ധൻദേവ് കെ സുനീഷ് കണ്ടു. ഹാനിയ മോൾ എഴുതിയോ? ഇപ്പൊ ജോയിൻ ചെയ്യുന്നവര് അറ്റൻഡൻസ് ഇടണേ. ഹാനിയ ഫാത്തിമ, ഹാനിയ എഴുതിയോ? 11 and 12 എഴുതിയോ മോളെ? എഴുതിയോ? ഓക്കെ. തിക്കും തിന്നും ഒക്കെ ചെയ്തില്ലേ നമ്മള്? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിയർ ആൻഡ് ഫാർ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ തിക്കും തിന്നും കഴിഞ്ഞ പ്രാവശ്യം മിസ് ഒന്ന് പഠിപ്പിച്ചതാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തു. നമ്മൾ മാച്ച് ദ ഒബ്ജക്റ്റ് ചെയ്തു. മാച്ച് ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ഒബ്ജക്റ്റ്, അത് നമ്മൾ ചെയ്തു. സെയിം നമ്പർ വന്നാൽ മാച്ച് ചെയ്യാൻ പഠിച്ചില്ലേ? പിന്നെ നമ്മൾ 11ഉം 12ഉം പഠിച്ചു. 11, 12. ജാനകി, സിദ്ദീർ. ടീച്ചർ ആഫ്റ്റർനൂൺ ക്ലാസ്സും മാത്സ് ആക്കിയോ? ഇംഗ്ലീഷ് എന്തോ? ആഫ്റ്റർനൂൺ ക്ലാസ് ഇല്ലേ ഇംഗ്ലീഷ്, അത് മാത്സ് ആണ്? അതെ, നിമിഷ മിസ് അല്ലേ ഇംഗ്ലീഷ് എടുക്കുന്നത്. നിമിഷ മിസ് ഇന്ന് ലീവാണ്, അതുകൊണ്ടാണ് മിസ് വന്നത്. അപ്പൊ മിസ്സിന്റെ സബ്ജക്റ്റ് ആണ് മിസ് എടുക്കുക. ഓക്കെ.
മക്കൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാവാതെ ഉണ്ടോ മക്കളെ? നമ്പേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ എല്ലാവരും. മിസ് പഠിപ്പിക്കുന്നത് മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ ഹർഷ. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? നയാനെ, നയാനെ, where are you? ഓക്കെ, 11, 12, 13, 14 ഒക്കെ മിസ് നേരത്തെ പഠിപ്പിച്ചതാണ്, മക്കൾ മറക്കരുത്. ഓക്കെ, 31, 32, 33, 34, 35, 36, 37, 38, 39. ഇതെല്ലാം മിസ് നേരത്തെ പഠിപ്പിച്ചു. നമ്പേഴ്സ് 11, 12 ഒക്കെ പഠിപ്പിച്ചു അല്ലേ? 41, 42, 11, 12, 11, 12 എഴുതിയോ? 49, എല്ലാവരും എഴുതിയില്ലേ? പിന്നെയുണ്ട് അത്ര മതി, അത്ര മതി ജാനകി അമ്മ, എത്ര മതി. ജാനകി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ജാനകി അമ്മ എന്ന് വിളിക്കുമ്പോ. ഇത് ആരാ? ജയാന്റെ കൂടെ വേറൊരാളും കൂടെ. ദേഷ്യമില്ലേ? ആ, ദേഷ്യം ഇല്ലാന്ന് എനിക്കറിയാം. എന്തോ നമ്പേഴ്സ് നമ്മൾ നേരത്തെ 11 to 20 ഒക്കെ പഠിച്ചു പോയി, ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ. അത് മക്കൾ ഓരോ ദിവസമായിട്ട് 11 to 20 ഇങ്ങനെ ഓരോ, ഇന്നിപ്പോ എഴുതണ്ട, ഇന്ന് 11, 12 നമ്മൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ 13, 14, 15. ഓക്കെ, നമ്പേഴ്സ് മനസ്സിലായോ? നിയറും ഫാറും മനസ്സിലായോ? നിയറും ഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയർ ആൻഡ് ഫാർ. ഓക്കെ, നിയർ ആൻഡ് ഫാർ എന്താണ്? What is the meaning near? What is the meaning far? Gayatri, very good Gayatri. Near എന്താണ്? What is the meaning of near? എന്താ ആരും പറയാത്തെ? അറിയത്തില്ലേ? What is the meaning of near? Near father. Near അടുത്ത്. Far ദൂരം. വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് thick and thin. What is the meaning of thick? thick എന്താണ്? കട്ടിയായിട്ടുള്ളത്, കട്ടിക്കനത്തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. thin എന്താണ്? thin എന്താണ്? കട്ടിയില്ലാത്തത്. മനസ്സിലായല്ലോ? ഓക്കെ, എല്ലാവർക്കും തിക്കും തിന്നും നിയറും ഫാറും മനസ്സിലായിട്ടുണ്ട്. അതേപോലെ നമ്പേഴ്സ് കഴിഞ്ഞ ദിവസം മിസ് ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ഒക്കെ ചെയ്തോ മക്കള്? എല്ലാവരും ചെയ്തോ? യെസ്. ഇനി നമ്മൾക്ക് ഷേപ്സ് ഒക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം. നമ്പേഴ്സ് പഠിക്കണം. 11, 12 എഴുതിയോ മക്കളെ? എല്ലാവരും? യെസ്. ഇനി നമ്മുടെ നമ്പർ നെയിംസ് മറന്നു പോയിട്ടുണ്ടോ? 1ന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ ഗായത്രി? 1 1 സ്പെല്ലിംഗ്.
Okay, wait. One. Okay, one enough. Janagi, 2 spelling. TWOT. Very good. Fatima, 3 spelling. Fatimയുടെ വീഡിയോ സ്റ്റെക്ക് ആയി പോയെന്ന് തോന്നുന്നു. ഫാത്തിമ 3 സ്പെല്ലിംഗ്. ഫാത്തിമ എന്തോ സംതിങ്. ഹർഷാൽ 3 സ്പെല്ലിംഗ്. ഹർഷാൽ 3 സ്പെല്ലിംഗ്. ഹർഷാൽ 3 സ്പെല്ലിംഗ്. 3. ഹർഷാലിന് അറിയുന്നില്ല. 3 സ്പെല്ലിംഗ് കേട്ടില്ല മോനെ? അതെന്താ ഹർഷാല് കരയുന്നേ? എന്തിനാ കരയുന്നേ? പോട്ടെ പോട്ടെ. അമ്മ പിടിച്ചിരുത്തിയോ? അച്ഛോ, കഷ്ടമായി പോയല്ലോ. എന്താ മോന് വേണ്ടേ? പറഞ്ഞേ ഹർഷാലേ. ഇവിടെ നോക്കിയേ, എന്തു പറ്റി? അമ്മ പിടിച്ചിരുത്തിയോ? അമ്മയ്ക്ക് നമുക്ക് അടി കൊടുക്കാം കേട്ടോ. പോട്ടെ, 3യുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ മോനെ ഹർഷാലേ. അമ്മയ്ക്ക് മോനടി കൊടുക്കണ്ട, മിസ് വന്നിട്ട് അടി കൊടുക്കാം കേട്ടോ. 3യുടെ സ്പെല്ലിംഗ് പറഞ്ഞേ. TH THR. അമ്മയോട് പെണിങ്ങി. ഇനി അമ്മ പറയണ്ട, മിസ് പറഞ്ഞോളൂ. മിസ് ചോദിച്ചു പറഞ്ഞോളൂ. സാരമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മിസ് ചോദിക്കാം. മാനവ് ഷൈജു 4 സ്പെല്ലിംഗ്. 4. OUR. Okay, very good. Afia 5 spelling. Hania 6 spelling. Hania 6. Very good. Zayan 7 spelling ഒന്ന് പറഞ്ഞേ. What is this? Oh, very good. Nihara, Nihal 8 spelling ഒന്ന് പറഞ്ഞേ. 8 നോക്കട്ടെ അറിയോന്ന്. 8. E G H T. EIGHT 8. ഫാത്തിമ 9ന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ ഫാത്തിമ. Turn on your video, Fatima. ഫാത്തിമ 9ന്റെ സ്പെല്ലിംഗ് ആണ്. 9. NINE. 9 എവിടെ നോക്കിയാണോ പറഞ്ഞേ? 9ന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറഞ്ഞേ. NINE. 9. ജാനകി 10 സ്പെല്ലിംഗ് പറഞ്ഞേ. 10. TEN. 10. TEN 10. Okay, very good. Nihal, Nihara എവിടെ? Where is Nihara? അവൾ ഇരിക്കുന്നില്ലേ നിഹാലെ? നിഹാലെ നിഹാരിക്ക് പനിയാ. പനി കുറഞ്ഞില്ലേ? ഓക്കെ. Zayan 2 spelling. Zayan 2. TWO. 1 spelling. Only 1. 3 spelling. THREE 3.
Oh, very good, Zayan. Gayatri. Gayatri, 2 spelling. TW2. 3 spelling. THREE 3. 4 spelling. FAOR 4. Manav Shaiju, 5 spelling. FIV 5. Okay. Manav, 3 spelling. THREE. Very good. Very good. Janagi, 6. Sorry, Hania Fatima, 7 spelling, Hania. S E Mm. E 3 spelling. 3 spelling എങ്ങനെയാ ഹാനിയ? TH 3. R 3. THR. THREE 3 നമ്പർ നെയിംസ് മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ബൈ ബൈ. See you all. Color the thick pencil. Sorry, thick. Color the thick pencil. Color ചെയ്യണേ. Color the thick pencil. ആകെ മിസ് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. Color the thick pencil. ആ പെൻസിൽ ഒന്ന് കളർ ചെയ്യുക. ഏതാണ്